ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കപ്പ് ചെറുപയറും ഒരു കപ്പ് ചോറ് വയ്ക്കുന്ന അരിയും വെച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയ ഒരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. നമ്മൾ ഓയിലും നെയ്യോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്കിതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കപ്പ് ചോറ് വയ്ക്കുന്ന അരിയും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ വേറെ വേറെ കഴുകി വെള്ളം വരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു 3 ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 3/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ഇനി ഇതാ കഴുകി വാരി വെച്ചിട്ടുള്ള ചെറുപയർ കുറച്ചൊക്കെ ചെറുതായിട്ടൊരു വെള്ളമുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ വാരി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല ചൂടായ ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് ആണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. നല്ല ചട്ടി നന്നായിട്ട് ചൂടായി കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ ചെറുപയറിൽ ബാക്കിയുള്ള വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വറ്റിപ്പോയിക്കോളും. അപ്പോൾ അതാ ചെറുപയറിൻ്റെ ആ പച്ച കളറൊക്കെ മാറി നന്നായിട്ട് മുരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടില്ല, ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയേക്കാണ്. അപ്പോൾ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. അതേ ചീനച്ചട്ടിലേക്ക് തന്നെ നമ്മൾ കഴുകി വാരി വെച്ചിട്ടുള്ള നമ്മുടെ ചോറ് വയ്ക്കുന്ന ഞാൻ മട്ടരിയാണ് എടുത്തിട്ടുള്ളത്. ഏതരിയും ഉപയോഗിക്കാം, റേഷൻ അരി വേണമെങ്കിലും ഉപയോഗിക്കാം. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മൾ സാധാരണ അരി ഉണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ വറുക്കുന്നത് പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം. നല്ല ചുവപ്പ് കളറാകുന്നത് വരെ വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നീട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടാണ് ഇത് വറുത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നന്നായിട്ട് ഇതൊന്ന് വറുത്ത് നല്ല ചുവന്ന കളറിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയേക്കാം. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടി കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയർ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതൊരു തരിതരിപ്പായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് ആ തരിതരിപ്പായിട്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ ജാറ് തന്നെ കഴുകിയിട്ടൊന്നുമില്ല, അതേ ജാറിലേക്ക് തന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അരി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് അതേപോലെ തന്നെ തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതും പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും നമ്മൾ ചെറുപയറിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിന് ശേഷം നമ്മളിതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ, മധുരം ബാലൻസ് ചെയ്യാൻ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മളിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. ഫ്രഷ് ആയിട്ട് ചിരകി എടുത്തിട്ടുള്ള 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു വലിയ മുറി തേങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഞെരടി യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിവിടെ നേരത്തെ ഉരുക്കി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കരയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്തിട്ടും കഴിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഉരുട്ടിയെടുക്കേണ്ടെന്ന് താല്പര്യം ഇല്ലെങ്കിൽ നമുക്കിതിങ്ങനെ പൊടിയായിട്ട് അങ്ങനെയും കഴിക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ടിന്നിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 മാസത്തോളം ഇത് കേട് വരാതെ നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഞാനിപ്പോൾ ശർക്കര കുറച്ച് വീതം ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് കൈകൊണ്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ, എന്തായെങ്കിലും ഇതിൻ്റെ കറക്റ്റ് പരുവം നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ മുഴുവൻ ശർക്കരയും ചേർത്ത് കൊടുത്തിട്ടില്ല, കുറച്ച് ചേർത്തപ്പോൾ തന്നെ എനിക്ക് കറക്റ്റ് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതാ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ, വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ചെറുപയറൊന്നും കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ചെറുപയർ കൊടുക്കാൻ പറ്റിയ ഒരു ഐഡിയ കൂടിയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ലൈക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.